നമസ്കാരം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് വോട്ട് പക്ഷേ കണ്ണൂരാണ്. കണ്ണൂരിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് താനെന്നും കോൺഗ്രസ് ഒരുപാട് പിറകോട്ട് പോയെന്നും ഈ 15 വർഷം കൊണ്ട് ശശി തരൂർ തിരുവനന്തപുരത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന കാര്യവും പന്ന്യൻ രവീന്ദ്രൻ ചോദിച്ചു. ഒപ്പം EP ജയരാജനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെപ്പറ്റിയും അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹം പറയുന്നത് വിവാദങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ബിരിയാണി ചെമ്പും സ്വർണ്ണക്കടത്തും ആ വിവാദമൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്ന കാര്യവും പന്ന്യൻ രവീന്ദ്രൻ ചോദിച്ചു. BJPയും LDFും തമ്മിലാണ് തിരുവനന്തപുരത്ത് മത്സരം നടക്കുന്നത് എന്ന കാര്യം പന്ന്യൻ രവീന്ദ്രൻ ആവർത്തിച്ചു. ഇവിടെ തന്നെ കണ്ടു ആളുകൾ എക്സ്പെക്ട് ചെയ്യും, എൻ്റെ ഓർമ്മയിൽ എക്സ്പെക്ട് ചെയ്യാൻ കണ്ടിട്ടില്ല. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ കാര്യവും നോക്കാനുള്ള പ്രധാനമാണ്. അദ്ദേഹം പോലും വർഗീയ ചോദിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അതൊരു നല്ല കാര്യമാണ്. രാജ്യത്തിൻ്റെ ജനങ്ങൾ ഏറ്റവും മതനിരപേക്ഷ നമ്മളിപ്പോൾ വന്ന് കണ്ടല്ലോ. എല്ലാവരും എത്ര നന്നായിട്ട് പെരുമാറി. നമ്മൾ കേരളത്തിനെ മാത്രമോട് കൂടി ഇത് ഈ കേരളത്തിലാളുകളുടെ മനസ്സിനെ വല്ലാതെ അലക്ഷിച്ചു. അത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. കാരണം ജനങ്ങൾക്കെല്ലാം മനസ്സിലാക്കുന്നില്ല കേരളത്തിൽ. അപ്പം കേരളത്തിൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വളരെ അനുകൂലമാണെന്ന് എൻ്റെ പൂർണ്ണ വിശ്വാസം. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വം BJPയും LDFും തമ്മിലാണ് പോരാട്ടം എന്നുള്ള BJP അത് കോൺഗ്രസ് അത്ര താണുള്ളത്. കോൺഗ്രസിൻ്റെ ഗതി വളരെ താഴെപ്പെടും. കോൺഗ്രസിന് നേരത്തെ 15 വർഷമായിട്ട് MP ഉണ്ട് തിരുവനന്തപുരത്ത് വന്ന് നോക്കുന്ന MP. അദ്ദേഹം 15 വർഷമായിട്ട് നാട്ടുകാർക്ക് ശരിക്കും കണ്ടിട്ടില്ല MP. ഒന്ന് പിന്നെ അവിടെ ഒരു കാര്യം ചെയ്യുന്നില്ല. അതൊക്കെ ഒരു സത്യമാണ്. അവർക്ക് നല്ലതെന്ന് അറിയാം, നമ്മൾ നല്ലോണം അറിയാം. BJPയും തമ്മിൽ പോരാട്ടം. BJPയും പിന്നെ UDF തമ്മിൽ 2ാം സ്ഥാനത്ത് കൊണ്ട് പോരാട്ടം. 1ാം സ്ഥാനത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 2ാം സ്ഥാനത്തുള്ള പോരാട്ടമുള്ളൂ, വേറെ പോരാട്ടമില്ല. കണ്ണൂരിലെ രാഷ്ട്രീയ പോരും മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയൊക്കെ ഒരുപാട് വിവാദങ്ങൾ പുറത്തേക്ക് വരുന്നു. അപ്പം കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യം എത്രത്തോളം വിവാദങ്ങൾ നീങ്ങുന്നത് ഇത് പുതുമയല്ലല്ലോ. 2021 തെരഞ്ഞെടുപ്പിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബിരിയാണി ചെമ്പും കൊണ്ടുപോയി സ്വർണ്ണയുടെ പോയി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തീർന്നില്ലേ. ഇതിൻ്റെ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും വിളിച്ചു പറയും. ആ വിളിച്ചു പറഞ്ഞതോ അത് അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് പോവുകയും ചെയ്യും. എന്തൊരു അർത്ഥമാണ് ഇതിനൊക്കെ ഉള്ളത്? രാഷ്ട്രീയത്തിൽ കാണിക്കുന്ന ഒരു മാന്യതയില്ലല്ലോ. അത് ഇന്നലെയാണ് പറയുന്നത്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇതെല്ലാം കാണിച്ചു. ഈ കാണിച്ചാലും ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം. അതാ 2021 തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷ അധികാരത്തിൽ